AKCCയുടെ മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഏകീകൃത കുർബാനയുമായിട്ടോ സമവായ കുർബാനയുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല. അതിനെക്കുറിച്ചൊന്നും അല്ല അവരോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവരവിടെ കൂടുന്നത് മുഖ്യമായിട്ടും ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കണം. അതാണ് ഇവിടെ തട്ടിൽ പിതാവിൻ്റെയും പാമ്പ്രാനി പിതാവിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് സമുദായത്തിൻ്റെ അവകാശ പ്രഖ്യാപന പത്രിക സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തെല്ലാമാണ് അവകാശങ്ങളെന്ന് അവർ ഉദ്ദേശിക്കുന്നത് അതും പറയുന്നുണ്ട്. സമുദായം നേരിടുന്ന അവഗണനകൾക്കും നീതി നിഷേധത്തിനുമെതിരെ പോരാട്ടം. ഇപ്പം നമ്മൾ വിശ്വാസികൾ നടത്തുന്ന അവഗണനകൾ, നമുക്ക് അനുഭവപ്പെടുന്ന അവഗണനകൾക്കും നീതി നിഷേധത്തിനുമെതിരെ നമ്മൾ നടത്തുന്ന പോരാട്ടമൊന്നും അവർ ഉദ്ദേശിക്കുന്ന പോരാട്ടമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതിൻ്റെ അടുത്തെങ്ങും വരികയില്ല. പിന്നെ JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, അത് വേറൊരു ഇഷ്യൂ ആണ് അവർക്ക് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് കുർബാനയായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ യുവജനങ്ങളുടെ തൊഴിൽ അവസരങ്ങൾ, അതിനെക്കുറിച്ച് PSCയുടെ കെടുകാര്യസ്ഥത, നമ്മുടെ സിനഡിനും മിത്രന്മാർക്കും ഒന്നും ഒരു കെടുകാര്യസ്ഥതയില്ല കേട്ടോ. അവരൊക്കെ വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അധ്യാപക നിയമനത്തിലെ സർക്കാർ നയം തിരുത്തണം. അപ്പോൾ സർക്കാർ നയത്തിൽ അധ്യാപക നിയമനത്തിലുള്ള അവർക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന സർക്കാരിൻ്റെ നയങ്ങൾ തിരുത്തിക്കണം. നമ്മൾ വിശ്വാസികൾ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും തിരുത്തുക വേണ്ട, ഒന്നും ചെയ്യേണ്ട. അതൊന്നും ഒരു പ്രശ്നമേ അല്ല അവർക്ക്. പിന്നെ വന്യമൃഗ ആക്രമണം, അതൊരു ഇഷ്യൂ ആണ്. അത് വിശ്വാസികളുടെ ഒരു ഇഷ്യൂ തന്നെയാണെന്ന് വെച്ചോ. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അത് തീർച്ചയായിട്ടും സഭ ഇടപെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ അവിടെ അവകാശ പ്രഖ്യാപന പത്രിക അവതരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ട് കേരള സമൂഹത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാനായിട്ട് ഇപ്പോഴാണല്ലോ അതിൻ്റെ കറക്റ്റ് സമയം. അത് സംശയമില്ലല്ലോ. നൗ ഈസ് ദ ടൈം. അതാണ്. എന്നിട്ട് അവസാനം പറയുന്ന ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കും, അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കും. അവരതൊക്കെ ചെയ്യും കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ടോ? CNAക്ക് ഉണ്ടോ? MTNS-നുണ്ടോ? CPC-ക്ക് ഉണ്ടോ? അങ്ങനെ എത്ര സംഘടനകളുണ്ട്? ആർക്കെങ്കിലും ഈ സഭയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോട്ടെ, ഏകീകൃത കുർബാന വിട്, അതിപ്പോൾ നമ്മുടെ കൈവിട്ട് പോയല്ലോ. നമ്മുടെ അവകാശം, സഭയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ സംഘടനകൾക്കെല്ലാം ഒരു അവകാശം നേടിയെടുക്കാനുള്ള കർമ്മ പദ്ധതി വല്ലവരും ആവിഷ്കരിച്ചിട്ടുണ്ടോ? അവിടെ ഇവിടെ നിന്ന് ഓരോ കാര്യങ്ങൾക്ക് അപ്പോൾ ആക്ഷൻ റിയാക്ഷൻ എന്നുള്ളതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പം ഇത് ഓരോരുത്തരും പറഞ്ഞു പറ്റിക്കുന്ന മാതിരി AKCCയെ വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് AKCC ചർച്ച ചെയ്യാൻ പോണത് ഏകീകൃത കുർബാനയെക്കുറിച്ചോ സഭയുടെ സംരക്ഷണയെക്കുറിച്ചൊന്നും അല്ല. എന്ന് മനസ്സിലായില്ലേ? അതിവിടെ വ്യക്തമായിട്ട് വരുന്നുണ്ടല്ലോ. ഇത് ഞാൻ ഇവിടെ കണ്ടപ്പോഴാണ് ഇതിൻ്റെ മുകളിലുള്ള തൊട്ട് മുകളിലുള്ള ഒരു ഇത് ഫോർവേഡ് കണ്ടിട്ടാ. ഫോർവേഡല്ലേ ഇത്? അതെ, ഫോർവേഡ്, രണ്ടും ഫോർവേഡാ. AV ഫ്രാൻസിസിൻ്റെ ഫോർവേഡ് കണ്ടിട്ടാണ്, അതിൽ നിന്ന് വായിച്ചെടുത്തതാണ് ഞാനിതെല്ലാം കേട്ടോ. അല്ലാണ്ട് തെറ്റിദ്ധരിക്കേണ്ട ആരും. ഇത് ഏകീകൃത കുർബാനയെക്കുറിച്ചോ സഭയുമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചോ ഉള്ള കാര്യങ്ങളൊന്നും അല്ല അവർ ഡിസ്കസ് ചെയ്യാൻ പോണേ. അവർ കേരളത്തിൽ രാഷ്ട്രീയമായ ഒരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കൂടുന്ന ഒരു മീറ്റിങ്ങാണ്. അവിടെ ഇവരെ വിളിച്ചു കൂട്ടി കാണും. നമ്മളെ ആരെയും കാണേണ്ട ആവശ്യമൊന്നുമില്ല അതുമായിട്ട് ബന്ധപ്പെട്ട്.